ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അച്ചായൻസ് ഗോൾഡിലെ ടോണി അച്ചായൻ പുള്ളിക്കാരൻ ഇപ്പോൾ എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ താൻ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ പങ്കുവെക്കാറുള്ളതാണ്. പക്ഷെ അതിൽ പങ്കുവച്ചേക്കുന്ന ഒരു വീഡിയോ ചെറുതായിട്ടൊന്ന് പാളിപ്പോയതാണ് ഇപ്പോൾ പുള്ളി എയറിൽ കയറാനൊക്കെ ഉള്ളൊരു കാരണമായിട്ടുള്ളത്. ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്ന ഈ ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഒരു നല്ല ഇമേജോടുകൂടി തന്നെ നമ്മൾ കാണുന്ന പല മുഖങ്ങളും ഉണ്ട്. അതിൽ പല ആളുകളും ഇത്തരത്തിൽ അവരുടെ ഒരു PR സോഷ്യൽ മീഡിയയിലൂടെ നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പല ആളുകളും, ഞാൻ എല്ലാവരുടെയും പേരൊന്നും ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യമോ മോശമായിട്ടുള്ള കാര്യം എന്നുള്ള അല്ല ഞാൻ പറയുന്നത്. ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ വിഷയങ്ങളെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഫെയിമിന് വേണ്ടിയിട്ടോ ആളുകളുടെ മുന്നിൽ നല്ല ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ എന്തോ ആയിക്കോട്ടെ, അവർ എന്ത് ഉദ്ദേശത്തോടു കൂടി തന്നെ ആണെങ്കിലും മറ്റൊരാൾക്ക് അതൊരു സഹായമായാലും മറ്റൊരാൾക്കൊരു സഹായം കിട്ടിയല്ലോ, അങ്ങനെയെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നല്ല ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും അങ്ങനെ നല്ലതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും തന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതിൽ നമുക്കൊരു തെറ്റും കാര്യങ്ങളൊന്നും പറയാനില്ല. ഇവിടെ പക്ഷേ പുള്ളി അങ്ങനെ ഒരു ചാരിറ്റി ചെയ്തോ അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തേക്കുന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ചെയ്തേക്കുന്ന ഒരാൾക്ക് ഒരു കുടുംബത്തിന് എടുത്തേക്കുന്ന സഹായത്തിൻ്റെ ക്രെഡിറ്റ് പുള്ളി അടിച്ചു മാറ്റിയ പോലത്തെ ഒരു പരിപാടിയാണ് ഇപ്പം പുള്ളിനെ ഏറി കയറ്റി വിടാനൊക്കെ ഉള്ള ഒരു കാരണമായിട്ടുള്ളത്. പുള്ളിയുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരാളെ മാത്രമേ പുള്ളി ഫോളോ ചെയ്തിട്ടുള്ളൂ. ആ ഫോളോ ചെയ്തിരിക്കുന്നത് ടോണി അച്ചായൻ ഫാൻസ് എന്നുള്ളതാണ്. ഒരു പക്ഷേ അവരുടെ PR ഭാഗമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പേജോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ജനുവനിൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ തുടങ്ങിയിരിക്കുന്ന പേജും ആയിരിക്കാം. പുള്ളിയുടെ ഐഡിയിൽ പുള്ളി കൊടുത്തിട്ടുണ്ട്, എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്നവർക്ക് നൽകുന്നതിനേക്കാൾ പുണ്യം മറ്റൊന്നുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഇനി ടോണി അച്ചായൻസ് ഫാൻസിലെ ടോണി ചായൻ്റെ പടക്കുതിരകൾ എന്നൊക്കെ തന്നെയാണ് ബയോയില് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം കുറച്ച് നാളുകൾക്ക് മുന്നേ പുള്ളിയുടെ ഒരു വൈറൽ കോണ്ടന്റ് പുറത്തോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, 40 കടയ്ക്കൊപ്പം പാവപ്പെട്ട 40 കുടുംബത്തിന് വീടും അച്ചായനെ ഇഷ്ടമുള്ളവർ എല്ലാവരും ഹായ് പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ 40 കടകൾക്കൊപ്പം 40 വീടുകളും 40 കുടുംബത്തിന് വീടും വന്നേക്കുന്ന ഈ ഒരു സാധനത്തിൽ 31ാമത്തെ വീട് കൊടുത്തു എന്ന് പറഞ്ഞ് പുറത്ത് വന്നേക്കുന്ന ഒരു വീഡിയോയിലാണ് പുള്ളി പേറിപ്പോകാനുള്ള കാരണമായിട്ടുള്ളത്. ഇത് അന്ന് മീഡിയാസിന്റെ മുന്നിൽ പുള്ളി അത് ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് ആദ്യം കേൾക്കാം. നിലവില് ഏകദേശം 36 വീട്, ഇപ്പൊ 4 വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 40 വീട്, 40 കടയാ. ഈ വ്യാഴാഴ്ച ആകുമ്പോൾ 40 കടയാവും. പത്തനംതിട്ട കൂടെ കൂടി ആ 40 കട എന്നുള്ള എന്റെ സ്വപ്നമായിരുന്നു. 40 കടയാവുകയാണ്. ആ 40 കടയ്ക്കൊപ്പം 40 വീട്. ഓരോ കടയ്ക്കൊപ്പം അതെ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കട്ടെ, അത്ര വീടുകൾ പാവമുണ്ട്. ദുബായ് അമ്പാവട്ടെ, ആ പണി നടന്നുകൊണ്ടിരിക്കും. ഇതന്ന് പുള്ളി മീഡിയാസിന്റെ അടുത്തൊക്കെ പറഞ്ഞേക്കുന്ന കാര്യമായിരുന്നു. ഇനി ഇതിന് ശേഷം പുള്ളി ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കുടുംബത്തിന് സഹായം നൽകുമെന്ന് പറഞ്ഞുകൊണ്ടിട്ടേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. നമുക്ക് അതൊന്ന് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 31ാമത്തെ വീടാണ് നമ്മൾ പണിതിരിക്കുന്നത്. കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഇത്. ഈ ചേട്ടനാണ് ഈ മേല കുടിയിലാണ് താമസിക്കുന്നത്. ഇവര് ഒരു 5 കിലോ അരി ഏതോ പള്ളിയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഇവര് ഒരു മാസം തള്ളി നിൽക്കുന്നത്. ഇവരെ നോക്കാനോ അന്വേഷിക്കാനോ ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല. നമുക്ക് ഞാൻ എന്നാ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഏത് സമയത്താണ് ഇത് ജലം പതിക്കുന്നത് അറിയില്ല. ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് വേണം, അത് സഹായിക്കും. ഇനി അടുത്ത വരവിൽ നമ്മൾ നല്ലൊരു വീട്ടിൽ ഇവര് കയറി താമസിക്കുന്ന കാണണം. നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നാണ് ഈ കുടിലിൽ നിന്ന് മോചനം കിട്ടുക എന്ന്, അല്ലേ? എനിക്ക് നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ പുതിയ ഡ്രസ്സ് ഇട്ട് നല്ല മിടുക്കലായിട്ട് വേണം പോകാൻ. സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ താക്കോല് മേടിച്ച് ഞാൻ തുറന്നാൽ മതിയോ? സന്തോഷമായില്ല വീട് കണ്ടപ്പം? ഇത് നമുക്ക് ഒരു മുറി, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം. എന്നെ കൊണ്ട് പറ്റാവുന്ന നല്ലൊരു പാർട്ടി കെട്ടണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. കാണാൻ വഴി വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ട് വന്ന നിങ്ങൾ നമ്മളെ ഇവിടെ താമസിക്കുകയും ഒരു പുതിയ കെട്ടം തന്ന് സഹായിച്ചും പഠനങ്ങളും സന്തോഷമുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നുണ്ട്. പോലെ ബൈ ബൈ. അച്ചായൻസ് ഗോൾഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോളി ഏൽപ്പിച്ചത് പോകട്ടെ. പുള്ളിക്ക് പറ്റാവുന്ന പോലെ നല്ല രീതിയിൽ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് പുള്ളി ഇവിടെ പറഞ്ഞേക്കുന്നത്. എല്ലാവരും വളരെ വ്യക്തമായിട്ട് കേട്ടല്ലോ. ആൻഡ് ഈ 2 ആൾക്കാരെ നിങ്ങൾ കണ്ടല്ലോ. പക്ഷേ ഇതിന് ശേഷം ഈ രജനീഷ്, ആ ചേട്ടൻ പുറത്തു ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ ഒരു ലൈഫ് മിഷൻ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടേക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോയിട്ട് ഒക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോയിലും ഇതേ 2 ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. നിങ്ങൾക്കറിയാവോ, 10 മിനിറ്റിൽ ഒരു വീട് ഉയരുന്നൊരു പദ്ധതിയുണ്ട്. അതായത് മണിക്കൂറിൽ 6 വീട്.
ഒരു ദിവസം ശരാശരി 152 വീടുകളാണ് വരുന്നത്. ആ പദ്ധതിയുടെ പേരാണ് ലൈഫ്. ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു യാത്ര നടത്തുന്നത്. എന്റെ പുറകിൽ കാണുന്ന വഴി കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്. ഈ വഴിയില് താമസിക്കുന്ന, അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട്, കാല് വയ്യാത്ത ചേട്ടനാണ്. ആ ചേട്ടന് ഒരു വീട് കിട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറി പോണത്. ഇവിടെ എത്ര നാളായിട്ട് ജീവിക്കുന്നു? ഇവിടെ എന്റെ ഭർത്താവ് 50 വർഷം കൊണ്ട് താമസിക്കണം. ഞാൻ വന്നിട്ട് 30 കൊല്ലം കഴിഞ്ഞു. ഓ, കാല് വയ്യാതായത് നേരത്തെ? അല്ല, 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ട്. അപ്പൊ 5 വർഷമായിട്ട് ഈ വഴിയിൽ ഇങ്ങനെയാണ് ഇങ്ങനെ നടക്കുകയാണ്, ഇറങ്ങി ഇരുന്ന് ഇറങ്ങിയാണ് പോണത്. വീടിന്റെ പണി ഏതുവരെ എത്തി? വീടിന്റെ പണി പൂർത്തിയാവാറായി. ഇപ്പൊ ഏത് സ്റ്റേജിലാണ്? പൂശ കഴിഞ്ഞു? പൂശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി, പിന്നെ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഭൂമിക്ക് കിട്ടി. അങ്ങനെ ചെയ്തു വെച്ച് ഇനി പാല് കച്ചാറായി. അത് ഒരു സന്തോഷം തന്നെ. രണ്ടുപേരേ ഉള്ളൂ മക്കളൊക്കെ? ഇല്ല, നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. രണ്ടുപേരും കൂടെ ഇവിടെ അങ്ങ് അത്യാവശ്യം ബുദ്ധിമുട്ടുകൾ കഴിയുകയാണ്. ഇപ്പൊ ടാർപ്പാള ഒരാള് 5000 രൂപ തന്നോണ്ട് അത് വാങ്ങിച്ച് കെട്ടി. നമുക്ക് വരുമാനമൊന്നുമില്ല, ആരും തരാനും ഇല്ല. എനിക്ക് കിട്ടി, അത് സന്തോഷമായിട്ട് അതിൽ ചെന്ന് കിടക്കാൻ പോയി. നമുക്കൊരു ആത്മവിശ്വാസം വന്ന് സന്തോഷമായിട്ട് ചെന്ന് കിടക്കാൻ. ഈ മുരുകൻ ചേട്ടന്റെ വീട്ടിനകത്തേക്ക് വണ്ടി വരും. ഈ മണൽ കിടക്കുന്നതുകൊണ്ടാണ് അകത്തേക്ക് ഇറക്കാൻ പറ്റാത്തത്. ഇതിനകത്തേക്ക് വരുന്നത് കാണുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. മുരുകൻ ചേട്ടൻ അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് കാറ് വന്ന് ഇറങ്ങുന്ന അവസ്ഥയിലുള്ള വഴിയുള്ള ഒരു സ്പേസിലാണ് ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത്. ആ വീടിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവാണ്. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് മുരുകൻ ചേട്ടന്റെ കൂടെ വന്നതാണ്. അവസാന ഘട്ട പണികൾ വിലയിരുത്തുമ്പോൾ മുരുകൻ ചേട്ടന്റെ മുഖത്തുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണാം. അതാണ് ശരിക്കുള്ള ലൈഫ്. ഇത് കിട്ടിയപ്പോ എത്രത്തോളം ആശ്വാസവും സന്തോഷവും? എനിക്ക് ഒരു മനസ്സമാനമുണ്ട് ഇപ്പൊ. മറ്റേത് കാറ്റടിച്ച് പറക്കും എന്നുള്ള ഒരു ഇവിടെ ആ ഒരു അമ്മ സംസാരിച്ചതില് പഞ്ചായത്തിന്റെ ബ്ലോക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടുള്ള സ്ഥലമൊക്കെ കിട്ടിയ ആ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനകത്ത് എവിടെയും അച്ചായൻ പുള്ളിയുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ടാർപ്പോ വാങ്ങിത്തന്ന ആളുടെ കാര്യം പോലും അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോ പിന്നീട് അച്ചായൻ ഇത്തരത്തില് അവർക്ക് വീട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതെന്ത് സഹായമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളി തന്നെ ആ വീഡിയോക്കകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന സാധനം എന്നാൽ പറ്റുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പുള്ളി അവിടെ സംസാരിച്ചിരിക്കുന്നത്. ഇനി സായി ചേട്ടൻ സീക്രട്ട് ഏജന്റ് ഇട്ടേക്കുന്ന വീഡിയോക്കകത്ത് പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു. സായി ചേട്ടനായിരുന്നു ഫസ്റ്റ് ഈ ഒരു വിഷയം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സായി, ഞാൻ ഇടയ്ക്ക് താങ്കളുടെ വീഡിയോ കാണുന്ന ആളാണ്. ഈ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. ഞാൻ അച്ചായൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി രജനീഷിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇട്ട് കാര്യങ്ങൾ കുറച്ചെഴുതി. നിമിഷങ്ങൾക്കകം അത് ഡിലീറ്റ് ചെയ്തു. സത്യം പുറത്തു വരട്ടെ, സർക്കാർ പൊട്ടനല്ല, വെൽ സെഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്നതാണ്. അതായത് പുള്ളിയുടെ വീഡിയോയിൽ പോയിട്ട് ഇതിൻ്റെ ലിങ്ക് വെച്ചുകൊണ്ട് കമൻറ്റ് ഇട്ടപ്പോൾ അത് ഡിലീറ്റ് ആക്കി പോയിട്ടുണ്ടായിരുന്നു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ PR ടീമോ അല്ലെങ്കിൽ പുള്ളിയൊക്കെ ആയിരിക്കാം ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ അവരുടെ ഭാഗത്ത് എന്തൊക്കെയോ ഫോൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ഗവൺമെന്റ് ചെയ്തു കൊടുത്തേക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ ചെയ്തു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ എന്താണ് അതിന്റെ ഒരു ക്ലാരിറ്റി അങ്ങോട്ട് വ്യക്തമാവണില്ല. എന്താണ് ആ വീഡിയോയിൽ പറയുന്നത്? ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇതിനിപ്പോ കാറ്റടിക്കൊന്നും മേടിക്കണ്ടല്ലോ, സുഖമായിട്ടിരിക്കുക. നമ്മളെ സർക്കാർ ഇത്രയും തന്ന് സഹായിച്ചില്ലേ, അതിലെ വലിയ പുണ്യം. മരിക്കുന്നവരെവിടെ കിടക്കാം. ഇത് നമ്മുടെ അർഹതപ്പെട്ട കാര്യമാണ്, നമുക്ക് കിട്ടേണ്ടതാണ്, നമ്മുടെ അവകാശമാണ്. ഇപ്പൊ ലാസ്റ്റ് ഘട്ട പണികളാണ് ഇപ്പൊ പണി ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. ഇനി ഒരു 2 ദിവസം പണി കൂടെ ഉള്ളൂ, പണി കംപ്ലീറ്റ് പൂർത്തിയായി. പിന്നെ ഏതെങ്കിലും നല്ലൊരു ദിവസം നോക്കി കയറണോ? ഈ എന്നത്തേക്ക് കയറാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു 15-ാം തീയതി വാക്കിലേക്ക് കയറണം. അടിപൊളി. അത് എന്തോ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാ. അപ്പൊ പണി 5-6 ആളുകളൊക്കെ വിളിക്കാം, ചുമ്മാ ആക്കാറുണ്ട്. 5-6 ആളുകളൊക്കെ വിളിക്കാം. പിന്നെ അപ്പൊ എന്നെയൊക്കെ വിളിക്കുവോ?
പിന്നെ നിങ്ങളെ മോൾ നമ്പർ തന്നിട്ട് പേര് കൃത്യമായിട്ട് വിളിച്ചേക്കും. അപ്പോ ആ ഒരു ഹാപ്പിനെസ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തലക്കേക്കത്ത് വെച്ചിട്ടുണ്ട്. കാരണം പണികൾ നോക്കിയിട്ട് വിലയിരുത്തിയിട്ട് ഒരു ഡേറ്റ് കൺഫേം ചെയ്ത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. അതാണ് കാൽക്കുലേഷൻ. നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ആ പണി എപ്പോ തീരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുന്നില്ലേ, അതിവിടെ ഉണ്ട്. ആ എപ്പോ തീരുമെന്ന് പറഞ്ഞ് നിൽക്കുക. പക്ഷെ മനസ്സിനകത്ത് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കാണുമ്പോ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്. ലൈഫ് പദ്ധതിയിലൂടെ 5,98,102 വീടുകളാണ് മൊത്തം അനുവദിച്ചിട്ടുള്ളത്. ഗുണഭോക്താക്കളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നത് സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് പദ്ധതി മുന്നോട്ട്. എവിടെ ഇവിടെ അച്ചായൻ എവിടെ? അച്ചായന്റെ പേര് എവിടെ? പക്ഷെ പുള്ളി പിന്നീട് വന്ന് ഇട്ടേക്കുന്ന വീഡിയോക്കകത്ത് പുള്ളി ചെയ്തൊരു സഹായം എന്നുള്ള രീതിയിലൊന്നും അറിയുമ്പോഴത്തേക്കിന് പുള്ളി പല ആളുകൾക്കും സഹായം ചെയ്യുന്നുണ്ട്, പലർക്കും നല്ല രീതിയിൽ തന്നെ അത് ഉപകാരപ്പെടുന്നുമുണ്ട്, ശരിയാണ്. പക്ഷേ ആ കൂട്ടത്തില് ഇങ്ങനൊരു കാര്യം കൂടെ വേണ്ടിയിരുന്നു. കാര്യം പുള്ളിയുടെ ഒരു ഇൻവോൾവ്മെന്റ് വലിയ രീതിയിൽ, ഐ മീൻ ഞങ്ങളാണ് ഇത് ചെയ്തു കൊടുത്തത് എന്നുള്ള രീതിയിൽ തന്നെ പുള്ളി ഭയങ്കര ക്ലിയർ ആയിട്ട് സംസാരിക്കുമ്പോൾ, എന്നാൽ ഇത് ഗവൺമെന്റ് ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു സാധനമാണ്. ഇവിടെ ഈ ഒരു അമ്മ അച്ഛനും സംസാരിക്കുമ്പോൾ പോലും ഇവിടെ അച്ചായൻ്റെ ആ ഒരു പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി മറ്റെന്തെങ്കിലും ഇവർ ചെയ്തു കൊടുത്തോ എന്താണെങ്കിലും പുള്ളി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുള്ളി ചെയ്തു കൊടുത്ത വീട് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ആൻഡ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു കുടുംബത്തിന് സഹായം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ താൻ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഇട്ടേക്കുന്ന ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഇങ്ങോട്ടൊന്ന് കാണാം. നാണമില്ലേ നിങ്ങൾക്ക്? നാണമില്ലേ? എന്റെ അമ്മ, അതാണോ വീട്? നിങ്ങൾ ഇത്രയും പേര് ഈ ചെറിയ വീട്ടിൽ ഈ മല കേറിയാണോ മക്കളെ നിങ്ങൾ വരുന്നത്? അമ്മച്ചി കിടക്കുന്ന കട്ടിൽ കണ്ടോ നിങ്ങൾ തന്നെ ചിന്തിച്ച് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. സത്യം പറഞ്ഞാൽ വേറൊന്നും വേണ്ട, ഒരു കട്ടിലെങ്കിലും ഈ പാവം കൊണ്ട് മേടിച്ചു കൊടുത്തിരുന്നെങ്കിൽ. ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ഈ തൂണ് വെച്ചിരിക്കുന്ന കഷ്ടം. കഞ്ഞിയും കുറച്ച് മോര് കറി. ഇത് ബാത്റൂമോ? ഇവിടെ നിന്നാണ് ഇവര് കുളിക്കുന്നത്? അവിടെ പാമ്പുണ്ടോ? നിങ്ങള് പെണ്ണുങ്ങള് കുളിക്കുമ്പോ മോളിൽ നിന്ന് കുറെ പേര് കല്ലെറിയുന്നു. കഷ്ടം. ഒരു ബാത്റൂം ഇല്ല, ഫുഡില്ല, ചോർന്ന കൊലിയുന്ന കട്ടിലെ കിടക്കുന്നു. ഇവര് ഇങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. നിങ്ങൾ അതിനെങ്കിലും ഒന്ന് സമ്മതിക്കൂ. കല്ലു എറിഞ്ഞ് ഈ പാവങ്ങൾ കുളിക്കുമ്പോ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നാണമില്ലേ നിങ്ങൾക്ക്? ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞില്ലേ? അച്ചായൻ കൊണ്ടുവന്നു, മനസ്സിലായി. ഈ മക്കൾക്ക് മേടിച്ചു കൊടുക്ക. 4 ലക്ഷം രൂപയുടെ ചെക്കുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾ ജീവിക്ക്. നിങ്ങൾ ജീവിച്ച് കാണിക്കും. നിങ്ങളൊക്കെ എന്റെ സ്വന്തമാണ് എല്ലാരും, മനസ്സിലോ? മക്കളും നിങ്ങളും എല്ലാം സ്വന്തമാണ്. ഉണ്ടടാ അച്ഛൻ കേട്ടോ. പുള്ളി ഇനി ഇത് കഴിഞ്ഞിട്ട് FBയിൽ ഇട്ടേക്കുന്ന ഒരു ഫുള്ള് വീഡിയോയ്ക്കകത്ത് പറയുന്ന കുറച്ച് സാധനങ്ങൾ, അതിലോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ പുള്ളി ഇവിടെ ആ ഒരു കുടത്തിൽ ആ ഒരു വെള്ളം കുടിക്കുന്ന വിഷ്വൽസ് പോലും എടുത്ത ഒരു കോണ്ടന്റ് ആക്കി ഇട്ടേക്കുന്ന ഈ ഒരു സംഭവം ഇല്ലേ, സംഭവം പുള്ളിയുടെ ഒരു PR പരിപാടിക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പുള്ളി ത്രൂ സഹായം ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ട്. ഓൾറെഡി അത് തന്നെ പുള്ളിയുടെ ഒരു PR വേണ്ടിയിട്ട് പുള്ളി ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, ഒരിക്കലും മോശമെന്ന് പറയുന്നില്ല. പക്ഷേ ഈ കുടത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കാണുമ്പോഴത്തേക്കിനും എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻസ് അത് കുടിച്ചത് മോശമാണെന്നോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഐ മീൻ അതുപോലും കോണ്ടന്റ് ആക്കി അതിന്റെ ഭാഗമായിട്ട് ആക്കിയപ്പോൾ ഞാൻ പറയാണ്, നമ്മൾ ഈ സിനിമകളിൽ പോലും സർക്കാസ്റ്റിക്കായിട്ട് ഈ രാഷ്ട്രീയക്കാരെയൊക്കെ അവതരിപ്പിക്കാൻ നമ്മൾ കാണാറുള്ളതാണ്. ഈ ഇലക്ഷൻ സമയത്ത് ഓരോ വീടുകളിലൊക്കെ കയറിയിട്ട് ആ വീട്ടിലെ മകനെ പോലെ തന്നെ അടുക്കളയിലൊക്കെ കയറിയിട്ട് ആ വീട്ടിലൊരു മകനെ പോലെ തന്നെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കുക, ഭയങ്കര കുശലം പറയുക, ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. എന്നാൽ ഇലക്ഷൻ ജയിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ വഴിക്ക് പോലും തിരിഞ്ഞു കയറല്ല, ആ ഒരു സംഭവം നമ്മൾ കാണാറുള്ളല്ലേ. ഏതാണ്ട് അതുപോലെ തന്നെ ആൾക്കാരിലോട്ട് ഒരു നന്മയുടെ ഇമേജിന് വേണ്ടിയിട്ട് കണ്ടോ ഭയങ്കര എളിമയാണ് എന്നുള്ള കാണിക്കാനെ കൊണ്ട് രീതിയിലൊരു സാധനമാണ്. സംഭവം ഭയങ്കര ക്രിഞ്ചാണ്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. അപ്പം നമ്മൾ ഓൾറെഡി ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് അത്യാവശ്യം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ അതിന്റെ പുറത്ത് അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് എന്താണെങ്കിലും FBയിൽ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോയിൽ പറയുന്നതായിട്ട് നമുക്കൊന്ന് കേൾക്കാം. കാശിന് വില കൽപ്പിക്കുന്നില്ലടാ. കാശ് എറിയുവാണ് ഞാൻ എല്ലാ പാവങ്ങൾക്കും. കാശുള്ള ആളെ ഉണ്ടാവുമോ ഇല്ലോ എന്ന് ചിന്തിക്കുന്നില്ല. വെള്ളം കുടിച്ച് ജീവിക്കുകയാണ് കുറെ പാവങ്ങൾ. ഇവരെ അങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞാൽ അച്ചാനുണ്ടോടാ ഭൂമിയിൽ? അച്ചാനുള്ളപ്പോ അങ്ങനെ പറ്റുമോടാ? ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കുടിച്ച് ജീവിക്കുകയാണ് കുറെ പാവങ്ങൾ. ഇവരെ അങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞാൽ അച്ചാനുണ്ടോടാ ഭൂമിയിൽ? അച്ചാനുള്ളപ്പോ അങ്ങനെ പറ്റുമോടാ? അച്ചാൻ ഭൂമിയിലുള്ളപ്പോ പറ്റുമോ? ആരയച്ചത് അച്ചാനെ? ദൈവം അല്ലടാ.
അപ്പം ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യണ്ടേ? കാശിന് വില കൽപ്പിക്കുന്നില്ലടാ. കാശ് എറിയുവാണ് ഞാൻ എല്ലാ പാവങ്ങൾക്കും. കാശ് നാളെ ഉണ്ടാവുമോ ഇല്ലോ എന്ന് ചിന്തിക്കുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, നിങ്ങൾ വരും കാലങ്ങളിൽ നിങ്ങൾ വലുതാകുമ്പോൾ അച്ചാനെ കുറിച്ച് ഓർക്കും. അന്ന് ഞങ്ങൾക്ക് ഒരു അച്ചാനുണ്ടായിരുന്നു. അച്ചാൻ അന്ന് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അച്ചാൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പഠിച്ച് ഒരുപക്ഷെ എന്തെങ്കിലും വലിയ സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ നിങ്ങളൊക്കെ അച്ചാനെ ഓർക്കുക, അച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുക. പൊക്കോട്ടെ മക്കളെ, ജീവിച്ച് കാണിക്കുക. എന്തായാലും പുള്ളി കുറച്ച് ആൾക്കാർക്കെങ്കിലും സഹായം ചെയ്യുന്നുണ്ട്, അത് വളരെ നല്ല കാര്യം തന്നെ. പിന്നെ ഇതിൽ പുള്ളിയുടെ പല വീഡിയോസിനകത്തും കുറച്ച് പുള്ളി ഇടുന്ന കുറേ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ടാണ് പലതും ഫീൽ ചെയ്തിട്ടുള്ളത്. സംഭവം പുള്ളി കാരണം ബാക്കിയുള്ളവർക്ക് സഹായകരം ആവുന്നുണ്ട്. പക്ഷേ ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ് ചെയ്തു കൊടുത്ത ആ ഒരു വീടിൻ്റെ ഒരു ക്രെഡിറ്റ് പുള്ളി ഞാൻ ചെയ്തതാണെന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കിന് എന്താണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി അങ്ങോട്ട് വ്യക്തമാവണില്ല, അതിനൊരു ക്ലാരിറ്റി കിട്ടണില്ല. എന്താണ് അച്ചായ ഈ ഒരു സംഭവം എനിക്ക് മനസ്സിലാവണില്ല. പുള്ളി എന്തെങ്കിലും ഒരു സഹായമൊക്കെ ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ വീട് പൂർണ്ണമായിട്ട് ആ മനുഷ്യൻ വെച്ചു കൊടുത്തു എന്നുള്ള ഇതിലാണ് പുള്ളി സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗവൺമെൻറ് ലൈഫ് മിഷൻ പദ്ധതി അപ്പോൾ അതൊക്കെ എന്താണ് എന്ന് മനസ്സിലാവും. മീൻസ് ചിലപ്പോൾ ആ ലൈഫ് മിഷൻ പദ്ധതി കിട്ടുന്ന ഒരു എമൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അവർ വെച്ച് കൊടുക്കുന്ന വീടിനകത്ത് കുറച്ചുകൂടെ നല്ലതായിട്ട് അവിടെ ഇവിടെയും കുറച്ച് മാറ്റങ്ങളോടൊക്കെ വരുത്തിയിട്ട് എന്തെങ്കിലും കുറച്ച് എക്സ്ട്രാ ഒരു കാര്യം പുള്ളി സഹായം ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും ഇവിടെ പുള്ളി അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളൊരു വീടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണെന്നുള്ളത് ഒന്നും പുള്ളി അവിടെ മെൻഷൻ പോലും ചെയ്തിട്ടില്ല. അതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രാ സഹായം പുള്ളി ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞത് നമ്മൾ ചെയ്തു കൊടുത്തൊരു സാധനം എന്നുള്ള രീതിയിലാണ്. പിന്നെ പലയിടത്തും പുള്ളി ഈ ഒരു നന്മ ഈ ഒരു സാധനം ഇടാൻ വേണ്ടി ഇടുന്ന വീഡിയോസിനകത്ത് പലതും കുറേ ക്രിഞ്ച് സാധനങ്ങളുണ്ട്. പിന്നെ ആർക്കത് മനസ്സിലാവാഞ്ഞിട്ടല്ല, പിന്നെ പുള്ളി അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു നന്മമര ഇമേജിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി പുള്ളിയുടെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടി പുള്ളി കാരണം ബാക്കിയുള്ളവർക്ക് സഹായം കിട്ടുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പം ഈ റീച്ച് കണ്ടന്റിന് വേണ്ടിയിട്ട് പല ആളുകൾ ബാക്കിയുള്ളവർക്ക് ദ്രോഹം ചെയ്തുകൊണ്ട് ഈ ഷിംജിത കേസൊക്കെ അറിയാമല്ലോ, അതുപോലെ ചെയ്യുന്നതിനെക്കാട്ടിൽ എന്തുകൊണ്ട് നല്ലതാണ് ഈ ഒരു സോഷ്യൽ മീഡിയ റീച്ചിനും അതിനു വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ഇത് ചാരിറ്റി ചെയ്യുന്നത്. കാര്യം അവർ ആ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കെങ്കിലും സഹായം കിട്ടുന്നുണ്ടല്ലോ, അത് അതിൻ്റെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വശമാണ്. പിന്നെ ആത്മാർത്ഥമായിട്ട് മറ്റൊരാൾക്ക് സഹായം ചെയ്യണമെന്ന് വിചാരിക്കുന്ന പല ആളുകളും ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആൾക്കാർക്ക് പബ്ലിസിറ്റി ഒന്നും കൊടുക്കാനെ കൊണ്ട് എന്തായാലും നിൽക്കില്ല. അങ്ങനെയുള്ള ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്ന ആൾക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി പരിചയം ഉള്ളതിൽ കേട്ടോ. അപ്പോൾ ഇതിൽ ബാക്കിയുള്ളവരുടെ ഒരു ക്രെഡിറ്റ് കൂടെ പുള്ളി അടിച്ചു മാറ്റിയൊരു പരിപാടിയാണ്. എന്താണെങ്കിൽ ഇത്രയും കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി.